ഫുട്ബോൾ കളത്തിലെ കാർഡുകളെക്കുറിച്ച് കാൽപന്ത് ആരാധകർക്ക് സുപരിചിതമാണ്. മഞ്ഞക്കാർഡുകളും ചുവപ്പ് കാർഡുകളും വെള്ളക്കാർഡുകളും. അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്ന കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കുമെതിരെയാണ് റഫറിമാർ മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. മത്സരത്തിനിടയിലെ അപ്രതീക്ഷിതമായുള്ള പരിക്ക് പോലുള്ള സമയത്ത് കളി നിർത്തിവെക്കുന്നതിനാണ് വെള്ളക്കാർഡ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു കാർഡ് കൂടി കാൽപന്തിൻ്റെ കളിക്കളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. നീലക്കാർഡുകളാണ് ഫുട്ബോളിൽ പുതുതായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ നീലക്കാർഡുകൾ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരീക്ഷണങ്ങൾക്ക് ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ ഫുട്ബോൾ നിയമങ്ങളിൽ സംഭവിക്കുന്ന വിപ്ലവ മാറ്റമാകും അത്. നേരത്തെ 1970 ലോകകപ്പിനിടെ മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും കൊണ്ടുവന്നതായിരുന്നു ഇതിനു മുൻപ് നടന്ന വലിയ മാറ്റം. മത്സരത്തിനിടെ തീർത്തും അനാവശ്യമായ ഫൗളുകൾ ചെയ്യുകയും റഫറി, ലൈൻസ്മാൻ, ഫോർത്ത് ഒഫീഷ്യൽ എന്നിവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന കളിക്കാർക്കായിരിക്കും നീലക്കാർഡ് ലഭിക്കുക. ഗോളിലേക്കുള്ള മുന്നേറ്റം തടയാൻ നടത്തുന്ന അനാവശ്യ ഫൗളുകൾക്കാകും പ്രധാനമായും നീലക്കാർഡ് ഉപയോഗിക്കുക. നീലക്കാർഡ് ലഭിക്കുന്ന കളിക്കാർ 10 മിനിറ്റ് കളിക്കളത്തിൽ നിന്ന് പുറത്തിരിക്കണം. 10 മിനിറ്റ് പുറത്തിരുന്നതിന് ശേഷം തിരിച്ചെത്തുന്ന കളിക്കാരൻ അതേ മത്സരത്തിൽ പിന്നീട് ഒരു നീലക്കാർഡ് കൂടി വാങ്ങിയാൽ ചുവപ്പ് കാർഡ് ലഭിക്കുകയും മൈതാനം വിട്ട് പുറത്തു പോവുകയും ചെയ്യണം. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാകും നീലക്കാർഡ് ഉപയോഗിക്കുക. വരാനിരിക്കുന്ന സമ്മർ മുതൽ ഈ പരീക്ഷണം തുടങ്ങാൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് സൂചനകൾ.